എന്തായാലും നിങ്ങളുടെ സർവീസ് അടിപൊളിയായിരുന്നു. നിങ്ങളുടെ ബയോഡാറ്റ കണ്ടു. ഇന്ന് ഞാൻ ഒരു കമ്പനിക്ക് അയച്ചു കൊടുത്തു. അത് നമ്മൾ ഇത് സെലക്ട് ചെയ്തു. ഞങ്ങളുടെ 214 മോഡൽ നമ്പറിനാണ് GCC കൺട്രീസിൽ സെലക്ഷൻ കിട്ടിയിരിക്കുന്നത്. എന്തൊക്കെ കണ്ടന്റ് ആഡ് ചെയ്തിട്ടാണ് ഒരു മെക്കാനിക് ടെക്നീഷ്യൻ്റെ CV അവർ ഇംപ്രസ് ആയ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. ഇതാണ് മോഡൽ. പേരിൻ്റെ തൊട്ട് താഴെ തന്നെ ഞങ്ങൾ കൊടുത്തത് മെക്കാനിക്കൽ ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഒരു ജോബ് ടൈറ്റിൽ കൊടുത്തു. റൈറ്റ് സൈഡിൽ പ്രൊഫൈൽ സമ്മറിയിൽ എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, ഏതൊക്കെ ഫീൽഡിലാണ് എക്സ്പീരിയൻസ് ഉള്ളത്, അതുപോലെ തന്നെ കീവേഡ്സുകൾ പ്രൊഫൈൽ സമ്മറിയിൽ ആഡ് ചെയ്തു. വർക്ക് എക്സ്പീരിയൻസിൽ തൊട്ട് താഴെ തന്നെ ജനറൽ ഡ്യൂട്ടീസ് ചാർജ്ഡ് മെക്കാനിക് എന്ന് പറഞ്ഞൊരു ഹെഡ് കൊടുത്തിട്ട് ഒരുപാട് ഡ്യൂട്ടീസ് കൊടുത്തു. എല്ലാം കീ സ്കിൽസ് ആഡ് ചെയ്തിട്ട് തന്നെയാണ് കൊടുത്തത്. ഏതൊക്കെ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യാൻ അറിയാം, അതുപോലെ തന്നെ ഏതൊക്കെ മെഷീൻസ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് കസ്റ്റമറും ഡീറ്റെയിൽ തന്നിരുന്നു. അപ്പോൾ ഞങ്ങളതെല്ലാം ബ്രീഫാക്കിയിട്ട് ഞങ്ങൾ അതിലെ കണ്ടൻ്റ് എല്ലാം ആഡ് ചെയ്തു. അതിന് തൊട്ട് താഴെ തന്നെ ക്രെയിൻ സ്പെസിഫിക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡ് കൊടുത്തിട്ട് അതിൻ്റെ അടിയിലും ഏതൊക്കെ മെഷീൻസ് യൂസ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, എത്ര ഇയർ വർക്ക് ചെയ്തിട്ടുണ്ട്, അതെല്ലാം നമ്മൾ അതിൻ്റെ അടിയിൽ കൊടുത്തു. അതിനുശേഷം ഒരു എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരുന്നു മെക്കാനിക്കായിട്ടുള്ള. അതിന് വലിയ ഇമ്പോർട്ടൻ്റ് ഞങ്ങൾ കൊടുത്തില്ല, പക്ഷേ കുറച്ച് ഡ്യൂട്ടീസ് എല്ലാം അതിൻ്റെ അടിയിൽ ആഡ് ചെയ്തു. മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ മെയിൽ ID, പ്ലേസ്, വിസ സ്റ്റാറ്റസ്, ഇതെല്ലാം ആഡ് ചെയ്തു. കീ സ്കിൽസിൽ ഉള്ള എല്ലാം ATSൽ ട്രാക്ക് ആവുന്ന എല്ലാ കീവേഡ്സുകളും ഞങ്ങൾ ആഡ് ചെയ്തു. എഡ്യൂക്കേഷൻ്റെ സൈഡിൽ ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്തത് ടെക്നിക്കൽ ക്വാളിഫിക്കേഷനാണ്. കാരണം ടെക്നിക്കൽ ഫീൽഡിലേക്ക് ജോലി അപ്ലൈ ചെയ്യുമ്പം നമ്മൾ എപ്പോഴും ഹൈലൈറ്റ് ചെയ്യേണ്ടത് ടെക്നിക്കൽ ക്വാളിഫിക്കേഷനാണ്. അതുപോലെ തന്നെ സർട്ടിഫിക്കേഷൻസിന് ഒരു ഹെഡിങ് കൊടുത്തിട്ട് എന്തൊക്കെ സർട്ടിഫിക്കേഷൻസ് ഉണ്ടോ, സൗദി അരാംകോയുടെ അതുപോലെ തന്നെ അഡ്നോക്കിൻ്റെയൊക്കെ സർട്ടിഫിക്കേഷൻസ് ഉണ്ടായിരുന്നു, അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ ഒരു പ്രത്യേക ഹെഡായിട്ട് തന്നെയാണ് കൊടുത്തത്. അച്ചീവ്മെൻറ്റ്സ് ആഡ് ചെയ്തു. പിന്നെ കൊടുത്തത് അഡീഷണൽ ഇൻഫോ ആയിട്ട് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമേ കൊടുത്തുള്ളൂ. ലാംഗ്വേജസ് നോൺ ആസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡ് കൊടുത്തിട്ട് അതുകൂടെ ആഡ് ചെയ്തു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഫോർമാറ്റ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെയിൽ ID കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മെയിൽ ചെയ്ത് തരുന്നതായിരിക്കും.